ഹായ് ഫ്രണ്ട്സ്, ആദ്യം തന്നെ വീഡിയോ കാണാൻ വന്ന എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് പറയുന്നത്. നമ്മളിപ്പോൾ ഒന്ന് വീഡിയോ ആണ് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എവിടെ പോകുന്ന ആളിയാന്ന് പോലും ചോദിക്കാം. നമ്മുടെ ചെക്കൻ്റെ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്, വിഷ്ണു. ഹായ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ക്യാമറയുടെ വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളാണ്, ഫോട്ടോഗ്രാഫി പഠിക്കുന്ന ഒരാളാണ്, ഏറ്റവും അനുയോജ്യമായ ഒരു ക്യാമറ തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ക്യാമറ ഫ്രണ്ട്സ്, നമ്മൾ 1.5 വർഷമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്യാമറയാണ് CANON 2000D. ഇപ്പോൾ ഏകദേശം 28,000 to 30,000 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഏകദേശം ചെറിയൊരു വില വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും വരുമെങ്കിലും 28,000 to 30,000 ആ റേഞ്ചിൽ നമുക്കിത് മേടിക്കാൻ പറ്റും. ആകെപ്പാടെ ഇതിന് വന്ന ഒരു കംപ്ലയിൻറ്റ് എന്ന് വെച്ചാൽ മേടിച്ച് 3 മാസം കഴിഞ്ഞ് ഞാൻ ഇതിൻ്റെ ഒരു ബാറ്ററി മാറ്റി. ബാറ്ററി കംപ്ലയിൻ്റ് ആയിരുന്നു. ബാറ്ററി മാറ്റി വേറെ 2 ബാറ്ററി അഡീഷണൽ മേടിച്ചിട്ട് സംഭവം ഇപ്പോൾ ഓക്കെയാണ്, സെറ്റാണ്. നിങ്ങളൊരു ഫോട്ടോഗ്രാഫി ചെയ്യുന്ന ആളാണ്, അതായത് ഫോട്ടോഗ്രാഫി പഠിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ വിലക്കുറവിൽ അനുയോജ്യമായ ഒരു ക്യാമറ തന്നെയാണ് CANON 2000D എന്നൊരു ഈ ക്യാമറ. ഗൈസ്, അപ്പോൾ ഒരു കിടിലൻ ക്യാമറ തന്നെയാണിത്. കാരണം ഡിജിറ്റൽ പ്ലസ് പ്രോസസ്സറോടുള്ള 24.1 MB APS-C CMOS സെൻസറാണ് ഇതിനകത്ത് വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെ ഇതിനകത്ത് നമുക്ക് പിക്ചർ ക്വാളിറ്റി തന്നെ നമുക്ക് കിട്ടും ഗൈസ്. അപ്പോൾ നമുക്ക് ഫുൾ HD-യിലാണെങ്കിൽ 30, 25, 24 FPS നമുക്ക് ഷൂട്ട് ചെയ്യാവുന്നതാണ്. HD-യിലാണെങ്കിൽ നമുക്ക് 50 FPS ഷൂട്ട് ചെയ്യാം. എനിക്ക് അത്യാവശ്യം നന്നായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ HD 50 FPS ഷൂട്ട് ചെയ്തത് തന്നെയാണ് അത്യാവശ്യം ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഗൈസ്. ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ റെക്കോർഡിംഗ് ടൈം എന്ന് പറയുന്നത് 12 മിനിറ്റാണ്. ഇത് ഒരു സ്റ്റിൽ പ്രിഫർ ചെയ്യുന്ന ഒരു ക്യാമറയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ റെക്കോർഡിങ്ങിനെക്കാട്ടി നല്ലതായിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. CANON ക്യാമറ കണക്ട് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് Wi-Fi NFC വഴി നമുക്ക് ക്യാമറയിലുള്ള ഫോട്ടോസ് മൊത്തം നമുക്ക് ഫോണിലോട്ട് മാറ്റാവുന്നതാണ്. ഫോട്ടോസ് മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ, നമുക്ക് വീഡിയോസ് നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. ഗൈസ്, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ടിൽറ്റിംഗ് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതൊരു വലിയ പോരായ്മയായിട്ട് എടുക്കേണ്ട. കാരണം ഈ ഒരു റേറ്റിൽ അത്യാവശ്യം ബെറ്റർ തന്നെയാണ് ഈ ഒരു ഓപ്ഷൻ. പിന്നെ ഇതിനകത്ത് വരുന്ന വെച്ചാൽ ഒരു HDMI ഔട്ട്പുട്ട് വരുന്നുണ്ട്, ഒരു മൈക്ക് ഇൻപുട്ട് വരുന്നുണ്ട്, അതുകൂടാതെ തന്നെ ഒരു USB B ടൈപ്പ് മിനി പോർട്ടും വരുന്നുണ്ട്. ഗൈസ്, അപ്പോൾ നമുക്ക് ക്യാമറയെക്കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയൊരു കിടിലൻ ക്യാമറ തന്നെയാണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.